ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ഓം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പഠനം തുടരാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അത ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം. നമ്മൾ ഈ വലിയ ഹെഡിങ് പറയുമ്പോൾ എല്ലാവരും കൂടെ പറയണം കേട്ടോ. അഭ്യാസത്തിന് വേണ്ടിയാണത്. എന്നും നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ. ജൽപരൂപ ഉപപത്തി പ്രകരണത്തിലെ അല്ലെങ്കിൽ മൂന്നാമത്തെ അധ്യായത്തിലെ പ്രഥമ ബ്രാഹ്മണത്തിൽ 1 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങൾ നമ്മൾ കണ്ടു. ജനക മഹാരാജാവിൻ്റെ വിദ്വത് സഭയിൽ യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അശ്വലൻ്റെ ചോദ്യമായിരുന്നു. 1ഉം 2ഉം മന്ത്രങ്ങൾ ആഖ്യായിക കണ്ടു. മൂന്നാമത്തെ മന്ത്രം മുതൽ അശ്വലൻ എന്ന ഹൃദ്വിക് അല്ലെങ്കിൽ ഋഗ്വേദ പുരോഹിതനായ മുഖ്യ പുരോഹിതനായ ജനക മഹാരാജാവിൻ്റെ ഋഗ്വേദ മുഖ്യ പുരോഹിതനായ ഹോതാവായ അശ്വലൻ്റെ ചോദ്യം നമ്മൾ കണ്ടു. മൂന്നാമത്തെ മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷിയോട് ഋഗ്വേദ യാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചോദ്യം ചോദിച്ചു. ഋഗ്വേദ യാഗങ്ങളുടെ മുഖ്യ ദേവത അഗ്നിയാണെന്ന് നമ്മളവിടെ കണ്ടു. അതായത് നമ്മൾ ഋഗ്വേദത്തിലുള്ള ഏത് യാഗം ചെയ്യുമ്പോഴും ആ യാഗത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ഹവിസുക്കളും ആഹൂതികളും എല്ലാം സ്വീകരിച്ച് അതിൻ്റെ ഫലമായ സ്വർഗലോകപ്രാപ്തിയെ നൽകുവാനായിട്ടുള്ള കഴിവുള്ളത് അഗ്നിദേവതയ്ക്കാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി അവിടെ മറുപടി പറഞ്ഞു. അഗ്നിദേവതയുടെ പരിമിതിയും പറഞ്ഞു. കാരണം അശ്വലൻ്റെ ചോദ്യം എങ്ങനെയാണ് മരണത്തെ അതിവർത്തിക്കുക എന്നുള്ളത്. അഗ്നിയെ ഉപാസിച്ചാൽ സ്വർഗലോകം വരെ കിട്ടുകയുള്ളൂ, മരണമുക്തി കിട്ടില്ല, അതായത് ജീവൻ മുക്തി കിട്ടില്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. 4ാമത്തെ മന്ത്രത്തിൽ അശ്വലൻ്റെ ചോദ്യം യജുർവേദത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു. യജുർവേദ യാഗം ചെയ്യുമ്പോഴും മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് യജമാനൻ യാഗം ചെയ്യുന്നത്. അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്ന് ചോദിച്ചു. അതിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. യജുർവേദത്തിൻ്റെ അടിസ്ഥാന ദേവത, യജുർവേദ യാഗത്തിൽ നമ്മൾ എന്ത് യാഗം ചെയ്താലും അതിൻ്റെ യാഗഫലം മുഖ്യഫലമായ സ്വർഗലോക പ്രാപ്തി നൽകുവാൻ കഴിവുള്ള ദേവത ആദിത്യനാണ്. ആദിത്യ ദേവതയ്ക്ക് സ്വർഗലോകം വരെയേ നമുക്ക് ഫലം നൽകാൻ സാധിക്കൂ. അതുകൊണ്ട് ആദിത്യനെ ഉപാസിച്ചാലും മരണത്തെ അതിവർത്തിക്കാൻ സാധിക്കില്ല എന്ന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. അടുത്ത 5ാമത്തെ മന്ത്രത്തിൽ അശ്വലൻ്റെ ചോദ്യം സാമവേദ യാഗം ചെയ്യുന്ന യജമാനനെയും മരണത്തിനാൽ അവർ വ്യാപൃതമാണ്, എങ്ങനെ അദ്ദേഹം മരണത്തെ അതിവർത്തിക്കുമെന്ന് ചോദിച്ചു. യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞു. സാമവേദ യാഗങ്ങളുടെ ഫലം നൽകുവാൻ സാധിക്കുന്ന മുഖ്യ ദേവത വായുവാണ്. വായുദേവതയ്ക്കും സ്വർഗലോകം വരെ ഫലം നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് ഒരു ഫലം നൽകുവാൻ വായുവിനാലും സാധ്യമല്ല. അതുകൊണ്ട് മരണത്തെ അതിവർത്തിക്കണമെങ്കിൽ പരമാത്മാവിനെ ആശ്രയിക്കുന്ന ആരാണോ, ദേവതകളെ ആശ്രയിക്കാണ്ട് പരമാത്മാവിനെ ആശ്രയിക്കുന്നത് ആരാണോ അവർക്കേ ലഭ്യമാകുകയുള്ളെന്ന് നമ്മൾ കണ്ടു. അടുത്ത 6ാമത്തെ മന്ത്രത്തിൽ അശ്വലൻ ചോദിച്ചു, അഥർവണ വേദ യാഗം ചെയ്യുന്ന യജമാനനെയും
മരണത്തിനാൽ അവർ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അവരെങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് ചോദിച്ചു. അഥർവണ വേദ യാഗം ചെയ്യുന്ന യജമാനന് ചന്ദ്രദേവതയാണ് മുഖ്യഫലം നൽകുന്ന ദേവത. ചന്ദ്രദേവതയ്ക്കും സ്വർഗലോകം വരെയുള്ള ഫലത്തെ നൽകാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചന്ദ്രദേവതയെ ആശ്രയിച്ചാൽ അവർ മുക്തരാവില്ല. ചന്ദ്രദേവതയ്ക്കും അടിസ്ഥാനമായിരിക്കുന്ന പരമാത്മാവാരോ ആ സർവവ്യാപിയെ ആശ്രയിക്കണം. എങ്കിൽ മാത്രമേ അവർ മരണത്തെ അതിവർത്തിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ 6 മന്ത്രങ്ങളും അവസാനിപ്പിച്ചു. അവസാനം നമ്മൾ ഭഗവത്ഗീതയാണ് അവിടെ ആലംബനമായി എടുത്തത്. എന്തായിരുന്നു ആ ശ്ലോകം? നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ലോകഃ പുനരാവർത്തിനോ അർജുന. അതായത് ഈ 14 ലോകങ്ങളിലും പുനരാവർത്തി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ പുനർജന്മമുണ്ടോ അവിടെയൊക്കെ ദുഃഖം. എത്ര പുനർജന്മ തത്ര ദുഃഖ. നമ്മൾ എത്ര ജന്മം എടുത്തോളൂ, ഏത് ലോകങ്ങളിൽ പൊക്കോളൂ, എന്താണ് ഫലം? തത്ര ദുഃഖ. അവിടെയെല്ലാം ദുഃഖമാണ് ഫലം. അതുകൊണ്ട് ഭഗവാൻ എന്താ പറഞ്ഞത്? മാമുപേത്യതു കൗന്ദേയ, എന്നെ നീ ശരണം. എന്നെന്ന് വെച്ചാൽ അവിടെ പരമാത്മഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അതുകൊണ്ട് നീ ഈ ലോകങ്ങളെയും ലോകപാലകരായ ദേവതകളെയും ഒന്നും ആശ്രയിക്കാതെ എന്നെ ആശ്രയിക്കൂ. ആശ്രയിക്കുന്നവർക്ക് പുനർജന്മം ന വിദ്യതേ, അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലത്തെ പാഠം അവസാനിപ്പിച്ചത്. ഈ 6 മന്ത്രങ്ങളിലൂടെ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് എന്താണ് പറയുന്നത്? അപ്പം നമ്മൾ ഈ ചോദ്യോത്തരം നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ അശ്വല ബ്രാഹ്മണത്തിൽ 2 ചോദ്യമേ കാണുള്ളൂ. ഞാനിപ്പോഴേ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കും. 1 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിൽ യാജ്ഞവൽക്യ മഹർഷി നാമാകുന്ന സാധകരോട് എന്താണ് ഉപദേശിക്കുന്നത്? ചോദ്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, ഉത്തരവും ഞാൻ തന്നെ പറഞ്ഞേക്കാം. കാരണം അല്ലെങ്കിൽ പലരും പറയും എന്നോട്, അമ്മ സമയം വേണം ഉത്തരം എഴുതാൻ, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനി ആ പരാതി ഒന്നും ഉണ്ടാവില്ല. ചോദ്യവും പറയുന്നു, ഉത്തരവും പറയുന്നു. 1 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിൽ സാധകരായ നമ്മളോട് യാജ്ഞവൽക്യ മഹർഷി എന്താണ് പറയുന്നത്? ഭഗവത്ഗീത ഇപ്പം നമ്മൾ പറഞ്ഞു. എന്തായിരിക്കും യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്? ചോദ്യം എഴുതിയല്ലോ അല്ലേ? അശ്വല ബ്രാഹ്മണത്തിൽ 1 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിൽ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട്, അതായത് സാധകരായ നമ്മളോട് എന്തായിരിക്കും, ഈ യാഗങ്ങളെല്ലാം പറഞ്ഞു എന്തായിരിക്കും നമ്മളോട് പറയുന്നത്? അതിൻ്റെ ഉത്തരം എഴുതിക്കോളൂ. 1 വിവേക സമ്പാദനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പുസ്തകത്തിലില്ല, അതുകൊണ്ട് ദയവായി എല്ലാവരും എഴുതുക. 1 വിവേക സമ്പാദനം. അല്ലേ? അതായത് ഈ 6 മന്ത്രങ്ങൾ, അത് 1ഉം 2ഉം വിട്ടേരും, ആഖ്യായികയാണ്. 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിൽ 4 വേദത്തിനെ കുറിച്ച് പറഞ്ഞു. അതായത് 4 വേദത്തിൽ അടിസ്ഥാനപ്പെടുത്തി യാഗം ചെയ്താലും അവർക്ക് സ്വർഗലോകം വരെ പോകാൻ പറ്റൂ അല്ലേ? സ്വർഗലോകത്തിൽ പോയാലും ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അവരുടെ പുണ്യം ക്ഷയിക്കുമ്പോൾ അവർ വീണ്ടും മനുഷ്യലോകത്തിലേക്ക് മടങ്ങി വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവരാണേലും ഇത്രയേ ഓർത്തുള്ളൂ. നമുക്ക് എത്രമാത്രം നമ്മുടെ ക്രെഡിറ്റ് ഉണ്ടോ, എത്രമാത്രം പുണ്യമുണ്ടോ അത്രയും കാലം മാത്രമേ നമുക്ക് സ്വർഗലോകത്തിൽ വസിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മടങ്ങി വരേണ്ടി വരും. അപ്പോൾ മടങ്ങി വന്നാൽ എന്താണ്? എത്ര പുനർജന്മ തത്ര ദുഃഖ അല്ലേ? വീണ്ടും പുനർജനിച്ച എന്താണ്? വീണ്ടും ദുഃഖമാണ് ഫലം. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി എന്തായിരിക്കും നമ്മളോട് പറയുന്നത്? വിവേക സമ്പാദനം അല്ലേ? കത്തിയെന്ന് വിചാരിക്കുന്നു, മനനം ചെയ്യണം കേട്ടോ അല്ലേ? കാരണം വിവേകം എന്തായിരുന്നു?
വിവേകത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാധന ചതുഷ്ട സമ്പത്തിയിലല്ലേ ഒന്നാമത്തെ സമ്പത്തിയാണ് വിവേകം. എന്തായിരുന്നു? നിത്യ അനിത്യ വസ്തു വിവേക. നിത്യമായത് പരമാത്മാവ് മാത്രമേ ഉള്ളൂ അല്ലേ? ആരതിനെ ആശ്രയിക്കുന്നുവോ അവർക്ക് മാത്രമേ ജീവൻ മുക്തിയുള്ളൂ. അനിത്യ വസ്തു എന്താ? ബാക്കി എല്ലാം അനിത്യ. സ്വർഗം ആയിക്കോട്ടെ അല്ലേ, ഭൂലോകം ആയിക്കോട്ടെ, ഭൂവർലോകം ആയിക്കോട്ടെ, ഏത് ലോകം ആയിക്കോട്ടെ, അതൊക്കെ അനിത്യമാണ്. കാരണം ഭഗവാൻ സൃഷ്ടിച്ചതാണല്ലോ. 14 ലോകത്തിനെയും സൃഷ്ടിച്ചത് അല്ലെ, ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ചത് പരമാത്മാവാണല്ലോ അല്ലേ? മായാസഹിതനായി സൃഷ്ടിച്ചു. എപ്പം മടുക്കുന്നോ അതിനെയൊക്കെ ചുരുട്ടി തന്നെ കയ്യിലാക്കും അല്ലേ? അപ്പോൾ സൃഷ്ടി അവസാനിക്കും, മഹാപ്രളയം വന്ന് ഇതൊക്കെ അവസാനിക്കും, നമുക്കതൊക്കെ അറിയാം. അപ്പോൾ എന്താണ്? സ്വർഗവും നശിക്കും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? അതാണ് ഈ 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിൽ യാജ്ഞവൽക്യ മഹർഷി നാമാകുന്ന സാധകരോട് പറയുന്നത് അല്ലേ? കാരണം സാധകരായ നമുക്ക് എന്താ വേണ്ടത്? എനിക്ക് സ്വർഗത്തിലൊന്നും പോകണ്ട, എനിക്ക് ഒരു ശരീരവും ഇനി വേണ്ട അല്ലേ? നമ്മൾ പല പുരാണങ്ങളിലും കഥകൾ കേട്ടിട്ടുണ്ട്. എന്ത് സ്വർഗലോകത്തിലിരിക്കുന്ന ദേവേന്ദ്രൻ മുതൽ അല്ലേ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, ആരും ആയിക്കോട്ടെ, അവർക്കൊക്കെ ദുഃഖം നമ്മൾ കാണുന്നതാണ് ഓരോ കഥയിലും. അവരുടെ സ്ഥാനം പോവുമോ, അവരുടെ അസുരന്മാരെപ്പോഴും ആക്രമിക്കാൻ വരുന്നെന്ന് ഭയപ്പെട്ടിരിക്കുന്ന കഥകൾ നമ്മൾ കണ്ടതാണ്. അപ്പം അതെന്താണ്? അതും നശ്വരമാണ്. അവിടെയും ശാന്തിയും സുഖവുമില്ല. ഭോഗം ഉണ്ടാകും അല്ലേ? ഭോഗം ഒരുപാട് കിട്ടും, പക്ഷെ ശാന്തിയും സുഖവും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയാണ് വിവേക സമ്പാദന എന്ന് വെച്ചാൽ, സമ്പാദന എന്ന് വെച്ചാൽ സമ്പാദിക്ക വേണം. നമ്മൾ വിവേകം സമ്പാദിക്കണം. എന്ത് വിവേകം? എനിക്കിനി ഓ നമോ നാരായണ ഒരു സ്വർഗവും വേണ്ട, ഒരു ശരീരവും വേണ്ട. ആ വിവേകം സമ്പാദിക്കണം. അതാണ് യാജ്ഞവൽക്യ മഹർഷി പറയാണ്ട് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ ഈ അധ്വര്യവാരെന്നോ ഹൃദ്യക്വാരെന്നോ അല്ലെങ്കിൽ ഉദ്ഗാതവാരെന്നോ ഒന്നും നമ്മൾ പഠിക്കേണ്ട. നമുക്കതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതൊന്നും പ്രാധാന്യമുള്ളതല്ല. നമ്മളെ സംബന്ധിച്ച് എന്താണ് പ്രാധാന്യം? ഇവരും മരണത്തെ ഭയപ്പെട്ടാണ് യാഗം ചെയ്യുന്നത്. യാഗമൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോയാലും അവർക്ക് ഭയമാണ് ഫലം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പുറകെ പോകണ്ട. അതാണ് ഒന്നാമത്തെ. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ചോദ്യം എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉത്തരം എഴുതണ്ട കേട്ടോ, ഒറ്റ പോയിന്റ് എഴുതിയാൽ മതി. വിവേക സമ്പാദം. ഇനി രണ്ടാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തത്? വൈരാഗ്യ സമ്പാദന. വൈരാഗ്യ സമ്പാദന രണ്ടാമത്തെ പോയിന്റ്. വൈരാഗ്യ സമ്പാദന. വൈരാഗ്യം സമ്പാദിക്കുക വേണം അല്ലേ? വൈരാഗ്യം എന്തായിരുന്നു അല്ലേ? ഇഹലോക ഫലഭോഗ വിരാഗക. നമ്മൾ തത്വബോധം മുതലേ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഡെഫിനിഷനൊക്കെ. ഈ ലോകത്തിനോടും പരലോകത്തിനോടുമുള്ള വിരക്തിയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. എല്ലാറ്റിനോടുമുള്ള വിരക്തി എന്ന് പറയുന്നു വൈരാഗ്യം. അതായത് ഇൻപെർമനൻ്റ് ആണെന്നുള്ള ആ ഡിറ്റർമിനേഷൻ, ആ ഉറപ്പ്, നമുക്ക് എല്ലാം നശ്വരമാണെന്നുള്ള ബോധം, സുബോധം എന്നതിനെ പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സുബോധം എന്നതിനെ പറയും. എന്ത്? സർവ നശ്വരമയം എന്ന ബോധം. അതിനെന്താ വിളിക്കുന്നത്? സുബോധം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു വലിയൊരു മഹാത്മാവുണ്ടായിരുന്നു സുബോധാനന്ദജി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ ആശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഹരിദ്വാറിൽ കൺകൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ സ്വാമിജിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തുടങ്ങിയിട്ടുണ്ട്. നല്ല വലിയ ആശ്രമം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം, അദ്ദേഹത്തിൻ്റെ
സമാധിക്ക് ശേഷമുള്ള ഇതൊക്കെ വെച്ചിട്ട് വലിയൊരു സമാധി മണ്ഡപമൊക്കെ പണിയുന്നു. ഓക്കെ, നമുക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല. സുബോധം. ഓക്കെ, അപ്പോൾ എന്ത് വേണം? രണ്ടാമത് 3 മുതൽ 6 വരെയുള്ള മന്ത്രങ്ങളിലൂടെ ഈ കഥയെല്ലാം യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം നമ്മളോട് പറയുന്നത്, നമുക്ക് എന്ത് വേണം? വൈരാഗ്യം നമ്മൾ സമ്പാദിക്കണം അല്ലേ? നമുക്ക് പാതി വഴിയിൽ പല ഭോഗങ്ങളും വരും നമ്മളെ തേടി അല്ലേ? ഒന്ന് സ്വർഗം വരെ പോയി നോക്കിയാലോ? കാരണം എല്ലാ മതങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലേ? സ്വർഗത്തിൽ അതുണ്ട് ഇതുണ്ട് അല്ലേ? ഇപ്പം നമ്മൾക്ക് അങ്ങനെ നമുക്കറിയില്ല എപ്പോഴാണ് നമ്മളുടെ വാസന വരിക. അപ്പോൾ നമ്മൾക്ക് അതിനോടുള്ള ഭ്രമം ഉണ്ടാകാം ചിലപ്പം, അല്ലെങ്കിൽ ചിലപ്പം ഭ്രമം ഉണ്ടാകാം. സാരമില്ല, ഇനി ഒരു മനുഷ്യ ശരീരം എടുത്താലും സാരമൊന്നുമില്ല, ഇനി എനിക്ക് പഠിക്കാമല്ലോ, പ്രയത്നിക്കാമല്ലോ. അങ്ങനെയുള്ളൊരു ഉദാസീനത നമ്മുടെ സാധനയിൽ വിഘ്നമായിട്ട് വരും അല്ലേ? നെഗ്ലിജൻസ് വരും നമുക്ക്. അതാണ് ഉദാസീനത വരും. ആ ഉദാസീനത സാധനയിൽ വിഘ്നമായിട്ട് വരും. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് 3 മുതൽ 6 വരെയുള്ള സമ്മറി വൈരാഗ്യ സമ്പാദനം. വൈരാഗ്യം സമ്പാദിച്ചുകൊണ്ടേയിരിക്കാൻ. വൈരാഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? വൈരാഗ്യം സമ്പാദിക്കുക. ഏണിങ്. നമ്മൾ പറയും 60 വയസ്സായി, എനിക്ക് ഇനി ഏണിങ് ഒന്നും വേണ്ട അല്ലേ? എൻ്റെ ആ സമ്പാദിക്കുന്ന പ്രായമെല്ലാം കഴിഞ്ഞു. ഇല്ല, നമുക്ക് ഇപ്പോഴും 12 വയസ്സാണ്. ഗുരുകുലത്തിൽ ചേർന്ന പ്രായമാണ് നമുക്കിപ്പോഴും അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വൈരാഗ്യം സമ്പാദിക്കുക. അത് എന്നും നമ്മൾ സമ്പാദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നത്. ഇനി ഒരു കാര്യം, ഇതിൻ്റെ അസൈഡ് ടോപ്പിക്കായിട്ട് ഇതിൻ്റെ കൂടെ ഉള്ള ഇത് കാര്യം കൂടെ പറയാം. വേണ്ടവർ എഴുതുക. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, പുതിയൊരു കാര്യമാണ്. വൈരാഗ്യം പഞ്ചവിധം. വൈരാഗ്യം 5 തരത്തിലുണ്ട്. വൈരാഗ്യം പഞ്ചവിധം. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുക പതഞ്ജലി യോഗസൂത്രം എന്ന്. പതഞ്ജലി മഹർഷി തൻ്റെ യോഗസൂത്രത്തിലാണ് 5 തരം വൈരാഗ്യങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. വൈരാഗ്യം പഞ്ചവിധം എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എഴുതുക പതഞ്ജലി യോഗസൂത്രം. 5 തരം വൈരാഗ്യങ്ങൾ. കാരണം യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറഞ്ഞല്ലോ വൈരാഗ്യം സമ്പാദിക്കുക. അപ്പം നമ്മൾ അളക്കുക, നമ്മളെ തന്നെ അളക്കാൻ വേണ്ടിയാണ് ഈ 5 എണ്ണം പഠിക്കുന്നത്. ഞാൻ ഏത് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത് എന്ന്. എളുപ്പമല്ല വൈരാഗ്യം, പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്. നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈരാഗ്യം പഞ്ചവിധം. അതിൽ ഒന്നെന്ന് എഴുതുക. ഒന്നാമത്തത് പ്രഥമ വൈരാഗ്യം. പ്രഥമ വൈരാഗ്യത്തിൻ്റെ പേര് എഴുതുക യതമാന വൈരാഗ്യം. യാരലാവ അതിലെ യാ, തായ്തത്തിലെ താ, ആദ്യത്തെ താമര എന്നൊക്കെ എഴുതുന്ന താ, അതാണ് യതമാന വൈരാഗ്യം. ബ്രാക്കറ്റിൽ എഴുതുക പ്രയത്ന വൈരാഗ്യം. നിങ്ങൾ അക്ഷരം തെറ്റിയാലും സാരമില്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഗ്രൂപ്പിൽ അയച്ചു തരാം 5 എണ്ണത്തിൻ്റെയും പേര്. എന്നിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക ഞാൻ എഴുതിയത് ശരിയാണോ എന്ന്. ഒന്നാമത്തെ വൈരാഗ്യം യതമാന വൈരാഗ്യം. ഒന്നാമത്തെ വൈരാഗ്യം യതമാന വൈരാഗ്യം, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രയത്ന വൈരാഗ്യം. അതായത് നിത്യം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. എനിക്ക് ഇന്ന പോരായ്മയുണ്ട്, എനിക്ക് കാമമുണ്ട് എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറയുക. അപ്പോൾ എന്താണ്? ആ കാമത്തിനെ മാറ്റാനായി നിരന്തരം പ്രയത്നിക്കുക. അതാണ് യതമാന വൈരാഗ്യം. എനിക്ക് ക്രോധമുണ്ട് അല്ലേ? ബാക്കിയെല്ലാം ഞാൻ ഓക്കെയാണ്. എനിക്ക് ഒരു നേരം ഭക്ഷണം മതി, എനിക്ക് 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. പക്ഷേ എനിക്ക് എൻ്റെ ക്രോധത്തെ അല്ലേ, ആങ്കർ മാനേജ്മെൻ്റ് എന്ന് പുതിയ ഭാഷയിൽ പറയും.
അല്ലേ? എനിക്കത് പറ്റുന്നേ ഇല്ല അല്ലേ? അത് വളരെ പ്രയാസമാണ്. അപ്പം അത് നമ്മൾ തന്നെ നമ്മളെ അളക്കുക അല്ലേ? ഏതാണ് എനിക്ക് ഏറ്റവും പ്രയാസം? എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് അല്ലേ? എനിക്കെല്ലാം പ്രശ്നമില്ല. എനിക്ക് പക്ഷേ എൻ്റെ പേരക്കുട്ടി ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങില്ല. അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചില്ല, ഞാനും ഭക്ഷണം കഴിക്കില്ല. അങ്ങനെയുള്ള എന്താണോ, ഞാൻ ഇത് തമാശയല്ല, നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അല്ലേ? എന്തിനോടാണോ എനിക്ക് പ്രയാസം അതിനെ മാറ്റുക. അതെനിക്കറിയാം, എൻ്റെ സാധനയ്ക്ക് ഇതൊക്കെ വിഘ്നമാണ്. ഇവരൊന്നും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവില്ല അല്ലേ? എനിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് പ്രഷർ കൂടും അല്ലേ? അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും തന്നെയാണ് ഈ ദേഷ്യം കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ വേണം ഹാൻഡിൽ ചെയ്യാൻ. അതുകൊണ്ട് എനിക്കറിയാം ദേഷ്യപ്പെടുന്നത് എനിക്ക് തന്നെയാണ് ദോഷം. പക്ഷേ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ യതമാന വൈരാഗിയാകണം. ടു സ്ട്രൈവ് എന്നാണ് യതമാനം എന്ന വാക്കിൻ്റെ ആംഗലേയം. ടു സ്ട്രൈവ്. എന്നും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പഠിക്കൂലേ അല്ല? ആദ്യം ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടും, മുളക് കൂടും. നമ്മൾ 10 തവണ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും പറയും, ഓ എന്താ ടേസ്റ്റ് എന്ന് പറയില്ലേ? അത് തന്നെ യതമാന വൈരാഗ്യം. രണ്ടാമത്തെ എഴുതിക്കോളൂ. രണ്ടാമത്തെ വൈരാഗ്യം 2. പ്രഥമം ദ്വിതീയ അല്ലേ? ദ്വിതീയ വൈരാഗ്യം. ദ്വിതീയ വൈരാഗ്യം വ്യതിരേക വൈരാഗ്യം. വ്യതിരേക വൈരാഗ്യം. രണ്ടാമത്തെ വൈരാഗ്യത്തിൻ്റെ പേരാണ് വ്യതിരേക വൈരാഗ്യം. വ്യതിരേക വൈരാഗ്യം അതായത് നാം നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുക, നമ്മളെ തന്നെ നിരീക്ഷിച്ചിട്ട് ഏതിനോടൊക്കെ എനിക്ക് വൈരാഗ്യമുണ്ട്, ഏതിനോടൊക്കെ വൈരാഗ്യമില്ല എന്ന് നിരീക്ഷിക്കുക. എനിക്ക് ഭക്ഷണത്തിനോട് എനിക്ക് ചിലപ്പം വിരക്തി കാണും, എനിക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊന്നും വേണ്ട. പക്ഷെ എനിക്ക് വസ്ത്രത്തിനോടായിരിക്കും കമ്പം കൂടുതൽ അല്ലേ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കും. ഇതൊക്കെ നമുക്ക് സാധനയിൽ വിഘ്നമാണ് അല്ലേ? അപ്പം എനിക്ക് ചില കാര്യങ്ങളോടൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റും. എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നെ ഒരാൾ ചീത്ത വിളിക്കും, ഒരു പ്രശ്നവുമില്ല അല്ലേ? അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് വേറെ ഒന്നുമില്ല. അവർക്ക് ചിലപ്പം ഭക്ഷണം നിയന്ത്രിക്കാനേ പറ്റില്ലായിരിക്കും അല്ലേ? ചിലവർക്ക് ഉറക്കം പ്രശ്നമേ ഇല്ലായിരിക്കും, ഉറങ്ങിയില്ലേലും ഒരു പ്രശ്നമില്ല. പക്ഷെ അവർക്ക് മറ്റു പലതിനോടായിരിക്കും ചിലപ്പോൾ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇതാണ് വ്യതിരേക വൈരാഗ്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഏതിനോടാണ് എനിക്ക് അറ്റാച്ച്മെൻ്റ് എന്ന് ഒബ്സർവ് ചെയ്യുക, ഏതിനോടൊക്കെയാണ് ഡിറ്റാച്ച്മെൻ്റ് എന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഇത് തമ്മിൽ ഞാൻ തന്നെ മനസ്സിലാക്കുക. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മുടെ മനസ്സിൽ തന്നെ. ഇത്രയും അറ്റാച്ച്മെൻ്റ് അല്ലേ? ഇത്രയും ഡിറ്റാച്ച് അല്ലേ? അപ്പോൾ ഏതിനാണോ നമ്പർ കൂടുതൽ അത് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കോളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സംതിങ് ഈസ് ഗോൺ ഔട്ട് ആൻഡ് സംതിങ് ഈസ് സ്റ്റിൽ ദെയർ. അതാണ് വ്യതിരേകം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ്. സംതിങ് ഈസ് ഗോൺ ഔട്ട്, സംതിങ് ഈസ് സ്റ്റിൽ ദെയർ. അതായത് ചിലതൊക്കെ പോയി, ചിലതൊന്നും എനിക്ക് പ്രശ്നമേ ഇല്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും അല്ലേ? എനിക്ക് ചൂടും തണുപ്പും ഒന്നും പ്രശ്നമില്ല. പക്ഷെ മറ്റു പല കാര്യങ്ങളും പ്രശ്നമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതിനോടൊക്കെയാണോ എനിക്ക് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ സാധിക്കാത്തത്, ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് ഏതൊക്കെ? അപ്പോൾ ഉപേക്ഷിക്കാൻ സാധിക്കാത്തത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, അത് ഞാൻ തന്നെ എന്നെ നിരീക്ഷിക്കുക. അതാണ് വ്യതിരേക വൈരാഗ്യം. അപ്പോൾ അത് സാധകന് വേണം.
ഇല്ലെങ്കിൽ അത് വിഘ്നമാണ്. അതാണ് രണ്ടാമത്തെ വൈരാഗ്യം. അപ്പോൾ 1 യതമാന വൈരാഗ്യം, 2 വ്യതിരേക വൈരാഗ്യം, ഇനി 3 എഴുതിക്കോളൂ. ഏകേന്ദ്രിയ വൈരാഗ്യം. ഏകേന്ദ്രിയ വൈരാഗ്യം. ഏക ഇന്ദ്രിയ ഒരുമിച്ച് പറയുമ്പോൾ ഏകേന്ദ്രിയ എന്ന് പറയും. ഏകേന്ദ്രിയ വൈരാഗ്യം. ഏകേന്ദ്രിയ വൈരാഗ്യം. ഏകേന്ദ്രിയ വൈരാഗ്യം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന അവസ്ഥ. അതാണ് ഏകേന്ദ്രിയ വൈരാഗ്യം. മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, മൈൻഡ് ഈസ് ടേക്കൺ അവേ ഓൾ ഇന്ദ്രിയാസ്. അതാണ് മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന അവസ്ഥ. അതാണ് ഏകേന്ദ്രിയ വൈരാഗ്യം. ഇപ്പം എൻ്റെ മനസ്സ് പറയുകയാണ്, കാണണ്ട കേൾക്ക എന്ന് പറഞ്ഞാൽ കാണണ്ട, കാണണം എന്ന് മനസ്സ് പറയും. അതായത് ഓരോ ഇന്ദ്രിയങ്ങളുടെയും ചാവി മനസ്സിൻ്റെ അടുത്താണ് അല്ലേ? കഠോപനിഷത്ത് രഥകൽപ്പന അല്ലേ? ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. അത് തന്നെ. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കടിഞ്ഞാണ് മനസ്സിൻ്റെ കയ്യിലാക്കണമെങ്കിൽ നമ്മൾ ഏത് വൈരാഗ്യം അഭ്യസിക്കണം? ഏകേന്ദ്രിയ വൈരാഗ്യം. മനസ്സ് ചിലപ്പോൾ നമ്മളോട് പറയും സാരമില്ല, കണ്ണിനോട് പറയും കണ്ടോളൂ. അപ്പോൾ നമ്മുടെ കണ്ണ് നല്ലതായിട്ട് കാണും. പക്ഷെ നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നാമം ചൊല്ലുമ്പോഴായിരിക്കും ഈ കണ്ട കാഴ്ച മുഴുവൻ ഇങ്ങനെ മങ്ങി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ? അല്ല ജപിക്കാൻ പറ്റുമോ? നാമം ചൊല്ലാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ നമുക്ക് വിഘ്നമായിട്ട് വരും. അപ്പോൾ കാണണ്ടെന്ന് പറഞ്ഞാൽ കാണണ്ട, കേൾക്കണ്ട. മനസ്സ് പറയുക ഇത് നിനക്ക് ഇതൊക്കെ സാധനയ്ക്ക് തടസ്സമാണ്. ഇത്രയും കാലം കണ്ടില്ലേ, എന്ത് നേടി? നമ്മളോട് തന്നെ ചോദിക്കുക, ഇത്രയും കാലം ഞാൻ പല കാഴ്ചകളും കണ്ടു, എന്ത് നേടി? എനിക്ക് സാധനയ്ക്ക് ഗുണം ചെയ്തോ? ഇല്ല. എങ്കിൽ എനിക്ക് ഏകേന്ദ്രിയ വൈരാഗ്യം ഇല്ല. അല്ല, സാധനയ്ക്ക് ഗുണം ചെയ്തെങ്കിൽ എനിക്കുണ്ട് അല്ലേ? പലതും കേൾക്കുകയാണ് ഞാൻ അല്ലേ? ഇത്രയും നാളും കേട്ടിട്ട് ഞാൻ എന്ത് നേടി? സാധനയിലൊന്നും നേടിയില്ല. എങ്കിൽ മനസ്സ് പറയുക കേട്ടത് മതി, ഇനി ആവശ്യമില്ലാത്തതൊന്നും കേൾക്കണ്ട. അങ്ങനെ ഇപ്പോൾ ഓരോ ഇന്ദ്രിയവും അല്ലേ, ഇന്ദ്രിയങ്ങളുടെ ചാവി ആരുടെ അടുത്തായിരിക്കണം? മനസ്സിൻ്റെ അടുത്ത്. മനസ്സ് നിയന്ത്രിക്കുന്നിടത്ത് ഇന്ദ്രിയങ്ങൾ ചലിച്ചോണം. അല്ലാതെ ഇന്ദ്രിയങ്ങൾ ചലിക്കുന്ന വഴിക്കല്ല മനസ്സ് പോകേണ്ടത്. അതിനെന്ത് വിളിക്കും? ഏകേന്ദ്രിയ വൈരാഗ്യം. ഇനി 4-മത്തത് വശീകാര സംഘവൈരാഗ്യം. വശീകാര സംഘവൈരാഗ്യം. വശീകാര സംഘവൈരാഗ്യം. വശീകാര സംഘവൈരാഗ്യം. വശീകാര സംഘ വൈരാഗ്യം. വശീകാര സംഘവൈരാഗ്യം. മനസ്സും ഇന്ദ്രിയവും ഒരേപോലെ പ്രവർത്തിക്കുന്ന അവസ്ഥ. മനസ്സും ഇന്ദ്രിയങ്ങളും അല്ലേ, ഇന്ദ്രിയങ്ങൾ ബഹുവചനമല്ലേ? അപ്പം ഇന്ദ്രിയങ്ങളും മനസ്സും ഒരു മനസ്സേ ഉള്ളൂ അല്ലേ നമുക്ക്? അതുകൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും ഒരേപോലെ പ്രവർത്തിക്കുന്ന അവസ്ഥ. അതായത് ഫുള്ളി ഫോക്കസ്ഡ്, എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രം. അതാണ് വശീകാരാംഗ വൈരാഗ്യം എന്ന് വെച്ചാൽ ഒറ്റ ലക്ഷ്യം. എനിക്ക് മോക്ഷം വേണം, എനിക്കിനി പുനർജന്മം വേണ്ട. അങ്ങനെയുള്ള ആൾ ആരായിരിക്കും? വശീകാര സംഘ വൈരാഗിയായിരിക്കും. വശീകാര സംഘ വൈരാഗി. ആ അവസ്ഥയെ വിളിക്കുന്നു വശീകാര സംഘ വൈരാഗ്യം. എനിക്കിനി
മോക്ഷം മാത്രം മതി, മറ്റൊന്നും വേണ്ട. തവൈവ വാഹ തവ നൃത്യഗേതേ. നചികേതസ് പറഞ്ഞ പോലെ എനിക്ക് ഒരു ഭോഗവും വേണ്ട, ശതായുഷ് വേണ്ട, ഒന്നും വേണ്ട, ഒറ്റ ലക്ഷ്യം. അതാണ്. എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ അടുത്ത് വന്നിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ലിസ്റ്റ് പറയും. അതാണ് മനസ്സും ഇന്ദ്രിയവും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അവസ്ഥ. ഒരേ ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മോക്ഷം എന്ന ലക്ഷ്യം. അതിനു വേണ്ടി സാധന ചെയ്യുന്ന സാധകൻ എത്തുന്ന നിലയാണ് അശീകാര സംഘ വൈരാഗ്യം. ഇനി ഒന്നും കൂടെ ഉള്ളൂ, അഞ്ചാമത്തെ പഞ്ചമ വൈരാഗ്യം. പരമവൈരാഗ്യം. അഞ്ചാമത്തെ വൈരാഗ്യത്തിൻ്റെ പേരാണ് പരമവൈരാഗ്യം. പരമവൈരാഗ്യം എന്ന് വെച്ചാൽ ഈ 4 വൈരാഗ്യങ്ങളിലൂടെ സാധകൻ എത്തുന്ന നിലയാണ് ഇത്. നമ്മൾ പ്രയത്നിച്ച് നേടേണ്ടതല്ല. എന്താണ്? 4 വൈരാഗ്യങ്ങളിലൂടെ കടന്നുപോയി സാധകൻ എത്തിപ്പെടുന്ന അവസ്ഥ, അതിനെയാണ് പരമവൈരാഗ്യം. അതായത് വൈരാഗ്യം വേണമെന്ന ആഗ്രഹത്തിനോടുകൂടി വൈരാഗ്യം. എനിക്ക് വൈരാഗ്യം ഉണ്ടാവണം, അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ പ്രയത്നിക്കുമല്ലോ. ആ പ്രയത്നമൊക്കെ നിലയ്ക്കുകയാണ്. എനിക്ക് വൈരാഗ്യവും വേണ്ട, ആ നിലയിലെത്തുന്നത്. അത് നമ്മളൊന്ന് പ്രയത്നിക്കാതെ എത്തിപ്പെടുന്ന അവസ്ഥ, അതാണ് പരമവൈരാഗ്യം. അല്ലെ പരാവൈരാഗ്യം എന്നും പറയും കേട്ടോ. രണ്ടും ശരിയാണ്. പതഞ്ജലി മഹർഷിയുടെ പുസ്തകത്തിൽ യോഗസൂത്രത്തിൽ പരമവൈരാഗ്യം എന്നാണ്. പക്ഷെ ചില ഭാഷ്യങ്ങളിൽ അതിൽ പരാവൈരാഗ്യം എന്നും പറയാറുണ്ട്. പക്ഷെ മഹർഷി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പരമവൈരാഗ്യം എന്നാണ്. ഒന്നുകൂടെ പറയാം ആ വാക്കുകൾ മാത്രം. ഒന്ന് യതമാന വൈരാഗ്യം അല്ലെങ്കിൽ പ്രയത്ന വൈരാഗ്യം. 2 വ്യതിരേക വൈരാഗ്യം. 3 ഏകേന്ദ്രിയ വൈരാഗ്യം. 4 വശീകാര സംഘ വൈരാഗ്യം. 5 പരമവൈരാഗ്യം. അപ്പം ഇത് പറഞ്ഞതിൻ്റെ കാരണം, നമ്മൾ എന്തിനാണ് ഇപ്പം ഇത് പഠിച്ചതിൻ്റെ കാരണം, നാം തന്നെ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഈ 4 വൈരാഗ്യങ്ങളിൽ എവിടെ എത്തി? ആ മനനത്തിന് വേണ്ടിയാണ്, ആത്മപരിശോധനയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് പഠിച്ചത്. ഒന്നുകൂടെ പറയാം. യാജ്ഞവൽക്യ മഹർഷി ഈ 4 വേദങ്ങളുടെ യാഗങ്ങളും ഓരോ ദേവതകൾക്കുള്ള അർപ്പണമാണ്, അതിൻ്റെ ഫലം സ്വർഗലോക പ്രാപ്തിയാണെന്ന് പറഞ്ഞു. സ്വർഗലോകം എന്നത് നശ്വരമാണ്. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, എന്തിനു വേണ്ടി ഞാൻ ഈ കഥ പറഞ്ഞു? അശ്വലൻ എന്ന ഒരു നിമിത്തമാണ്. അശ്വലൻ ചോദിച്ചില്ലയോ, അശ്വലൻ ആരാണെന്നൊന്നും പഠിക്കലല്ല നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യം. നമ്മളെ സംബന്ധിച്ച് എന്താ? ഈ അശ്വലൻ്റെ ചോദ്യങ്ങളിലൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് സ്വർഗലോക ഫലമാണ്. യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ്, നമ്മളിനി ആ ആഗ്രഹമേ ഒരിക്കലും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട. ഒരു ലോകത്തും ഒരു ശരീരവും നമുക്ക് വേണ്ട, അല്ലേ? ആ ശരീരം ദുഃഖമാണ് നൽകുന്നത്, ആത്യന്തികമായി ദുഃഖമാണ് നൽകുന്നത്. കുറച്ച് സുഖം തരുമായിരിക്കും, കുറച്ച് നമുക്ക് ഈ ഇടയ്ക്ക് കുട്ടികൾക്ക് ചോക്ലേറ്റ് കിട്ടും. കരയുന്ന കുട്ടിക്ക് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കില്ലേ? അപ്പോൾ കുട്ടി കരച്ചിൽ നിർത്തും എന്നും പറഞ്ഞ് കുട്ടി ജീവിതകാലം മുഴുവൻ കരയാണ്ടിരിക്കുക. ചോക്ലേറ്റിൻ്റെ മധുരം കഴിയുമ്പോൾ വീണ്ടും കരയും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളും. അപ്പോൾ അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, ഈ യാഗാദികളിലൂടെ എനിക്ക് നമ്മളോട് പറയാനുള്ളത് എന്താണ്? യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, 1 വിവേക സമ്പാദനം, 2 വൈരാഗ്യ സമ്പാദനം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒറ്റ ചോദ്യം ഉണ്ടാവുകയുള്ളൂ അശ്വല ബ്രാഹ്മണത്തിൽ.
6 വരെയുള്ള മന്ത്രങ്ങൾ. ആ ചോദ്യം ഇതാണ്, ഉത്തരം ഇതാണ്. സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടോ എപ്പോഴാണോ സൗകര്യം അത് ചോദിച്ച് മുന്നോട്ട് പോകണം. എങ്കിലേ നമ്മൾ യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം യാത്ര ചെയ്യുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് എന്ത് ഫലമാണോ കിട്ടുന്നത് അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മൾക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണം. അതുകൊണ്ട് സംശയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകണം. നമുക്ക് മടങ്ങി വരാം. നമുക്ക് മന്ത്രം ഒന്ന് ചൊല്ലാം. പുതിയതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മന്ത്രം അഥ ശുക്ല യജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം സപ്തമ മന്ത്രം 7ാമത്തെ മന്ത്രം. യാജ്ഞവൽക്യ ഇതിഹോവാച കദിഭിഃ അയം അദ്യ ഹൃദ്ഭിഃ ഹോതാ അസ്മിൻ യജ്ഞേ കരിഷ്യതി ഇതി. ഒന്നുകൂടെ പറയാം. യാജ്ഞവൽക്യ ഇതിഹോവാച കദിഭിഃ അയം അദ്യ ഹൃദ്ഭിഃ ഹോതാ അസ്മിൻ യജ്ഞേ കരിഷ്യതി ഇതി. ഫുൾ സ്റ്റോപ്പ്. യജ്ഞേ എന്നാണ് കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിൽ 7ാമത്തെ മന്ത്രം 7ാമത്തെ മന്ത്രം ശരിയാണ് കേട്ടോ. 8ാമത്തെ മന്ത്രത്തിലും യജ്ഞേ എന്നാണ്, യജ്ഞാന്നേ ഉള്ളു കേട്ടോ. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം മലയാളമുള്ളവർ എടുക്കുക, 210 പേജ്. അതിൽ 8ാമത്തെ മന്ത്രത്തിലും യാജ്ഞവൽക്യ ഇതിഹോവാച അത് കണ്ടോ. അദ്യൊരു അസ്മിൻ യജ്ഞ എന്നാണ്, അത് മാറ്റി യജ്ഞേന്നാക്കുക. നാളെ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ 8ാമത്തെ മന്ത്രം എത്തുമ്പോൾ ഒന്നുകൂടെ പറയാം കേട്ടോ. ഓക്കെ, നമുക്ക് 7ലേക്ക് തന്നെ മടങ്ങി വരാം. യാജ്ഞവൽക്യ ഇതിഹോവാച കദിഭിഃ അയമാദ്യ ഹൃദ്ഭിഃ ഹോതാ അസ്മിൻ യജ്ഞേ കരിഷ്യതി ഇതി. തിസ്രിഭിരിതി കഥമാസ്ത തിസ്ര ഇതി. കഥമാസ്ത തിസ്ര ഇതി. പുരോനുവാക്യാച യാജ്യാച ശസ്യ ഏവ തൃതീയ കിം താഭിഃ ജയതി ഇതി. കിം താഭിർ ജയതി എന്നാണ് അവിടെ വിസർഗം വരും. റകാരം മാറി വിസർഗാകും. താഭിഃ കിം താഭിഃ ജയതി ഇതി. യത്കിഞ്ച ഇദം പ്രാണഭൃത് ഇതി. ഒന്നുകൂടെ പറയാം. തിസ്രിഭിരിതി കഥമാസ്ത തിസ്ര ഇതി. പുരോനുവാക്യാച യാജ്യാച ശസ്യ ഏവ തൃതീയ കിം താഭിഃ ജയതി ഇതി. യത്കിഞ്ച ഇദം പ്രാണഭൃത് ഇതി. ഒരുമിച്ച് പാരായണം ചെയ്യാം. സപ്തമ മന്ത്രം. യാജ്ഞവൽക്യ ഇതിഹോവാച കദിഭിഃ അയം അദ്യ ഹൃദ്ഭിഃ ഹോതാ അസ്മിൻ യജ്ഞേ കരിഷ്യതി ഇതി. തിസ്രിഭിരിതി കഥമാസ്ത തിസ്ര ഇതി. പുരോനുവാക്യാച യാജ്യാച ശസ്യ ഏവ തൃതീയ കിം താഭിഃ ജയതി ഇതി. യത്കിഞ്ച ഇദം പ്രാണഭൃദിതി. യാജ്ഞവൽക്യ ഇതിഹോവാച കദിഭിഃ അയമദ്യ ഹൃദ്ഭിഃ ഹോതാ അസ്മിൻ യജ്ഞേ കരിഷ്യതി ഇതി. തിസ്രിഭിരിതി കഥമാസ്ത തിസ്ര ഇതി. പുരോനുവാക്യാച യാജ്യാച ശസ്യ ഏവ തൃതീയ കിം താഭിഃ ജയതി ഇതി. യത്കിഞ്ച ഇദം പ്രാണഭൃത് ഇതി. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. അപ്പം ഒരിക്കൽ കൂടി പറയുന്നു. യാജ്ഞവൽക്യ മഹർഷി അശ്വലനെ നിമിത്തമായിക്കൊണ്ട്, അല്ലേ, ഭഗവാൻ
നാരായണൻ അർജുനനെ നിമിത്തമായിക്കൊണ്ട് നമ്മളോട് ഗീത ഉപദേശിച്ചില്ലേ, അതുപോലെ തന്നെ യാജ്ഞവൽക്യ മഹർഷി അശ്വലനെ നിമിത്തമായി കൊണ്ട് നമ്മളോട് ഈ ആഖ്യായിക പറയുന്നത് നാം നമ്മളെ തന്നെ ആത്മപരിശോധന നടത്തുക. എനിക്ക് ഇനി ഒരു ജന്മം വേണമോ? അതിനുള്ള വിവേകം എനിക്ക് സമ്പാദിക്കണം, അതിനുള്ള വൈരാഗ്യം എനിക്ക് സമ്പാദിക്കണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.